നമസ്കാരം. സാധാരണ ഈ പരിസരത്ത് നിന്ന് കാണാത്തതാണല്ലോ. എന്തുണ്ട് വിശേഷം? അമ്മ വന്നില്ലേ കൂടെ? ഇല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. നമ്മുടെ കല്യാണിയെ കണ്ടിരുന്നു തിരുമേനി? ആ, കണ്ടല്ലോ. കല്യാണിയാണ് ഈ വട്ടത്തിൽ പൂട്ട് നോക്കിയിരിക്കുന്നത്. പക്ഷെ പൂവ് വട്ടത്തിൽ വീണില്ല എന്ന് മാത്രം. ആ, ഉദ്ദേശിച്ച പോലെ കിട്ടാത്തതുകൊണ്ടാവും. കല്യാണി ഇതാ അവിടെ ഇരുന്ന് കരയായിരുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോ കല്യാണി പോയി. വിളിച്ചിട്ട് നിന്നൂല്ല. കല്യാണി, എന്തു പറ്റി? കല്യാണി വീട്ടിലെത്തിയില്ലേ ഇതുവരെ? ഏയ് ഇല്ല തിരുമേനി, അമ്മ ഒന്ന് രണ്ട് പൂജകളുടെ കാര്യം പറഞ്ഞിരുന്നു. കല്യാണി ഇവിടെ ഉണ്ടെങ്കിൽ രസീത് എഴുതിപ്പിക്കാന്ന് കരുതിയിട്ട്. നോക്കട്ടെ, ആളിവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ശരി തിരുമേനി. ഓ, സുബണ്ണ, ബ്രോ എന്ന് വിളിച്ചു നോക്കി. റിംഗ് കൊണ്ട് എടുക്കുന്നില്ല. തിരുമേനി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ
പൂവിട്ട് നോക്കിയത് ഫലം കാണാത്തതിൽ വിഷമിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിയതായിരിക്കും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഈശ്വര, ഇത് കല്യാണിയുടെ വളകളാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി കല്യാണിക്ക് വല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? ഈശ്വര. ബ്രോ, എന്തു പറ്റി ബ്രോ? കല്യാണി കണ്ടോ? എന്തു പറ്റി വെച്ചു? കല്യാണി കണ്ടോന്ന് ചോദിച്ചിട്ട് മിണ്ടാതെ പൊട്ടി വളർത്തുകൊണ്ട് നോക്കി നിൽക്കുന്നു. കാര്യം പറ, കല്യാണി കണ്ടോ നീ? അല്ല, ഇത് കല്യാണിയുടെ കൈ കിടന്ന വളകളാണല്ലോ. നിങ്ങൾ തമ്മിൽ വല്ല തർക്കം ഉണ്ടായോ? കൈ കയറി പിടിച്ചപ്പോൾ പൊട്ടിയതാണോ ഈ വളകള്? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാനതിന് കല്യാണിയെ കണ്ടില്ല. പിന്നല്ലേ തർക്കിക്കാനും വഴക്കിടാനും. അപ്പൊ കല്യാണി കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. പക്ഷേ അവളിവിടെ വന്നിരുന്നു, വട്ടത്തിൽ പൂട്ട് നോക്കാൻ. അതിന് ഫലം കാണാത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇതെല്ലാം ഇവിടുത്തെ തിരുമേനിയെ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഈ വളകൾ എങ്ങനെ പൊട്ടിയത്? അത് മനസ്സിലായില്ലല്ലോ. അതിന് ഇത് കല്യാണിയുടെ വളകളാണെന്ന് ആദ്യം കൺഫേം ചെയ്. അത് കഴിഞ്ഞിട്ട് പോരെ അന്വേഷണം. കൺഫേം ചെയ്യാനൊന്നുമില്ല. ഇത് കല്യാണിയുടെ വളകൾ തന്നെയാ. ഒരിക്കൽ ഞാനേ ഇത് അവൾക്ക് വാങ്ങിക്കൊടുത്തതാ. ഇതിവിടെ പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ആകെ ഡെസ്പായി ഞാൻ. ഏയ്, വള പൊട്ടിയതിലൊന്നും ഒരു കാര്യമില്ല. കുപ്പിവളകളല്ലേ. കൈയൊന്ന് വീശി നടന്നാ എവിടെങ്കിലും തട്ടിയാ മതി പൊട്ടാൻ. ഏയ്, അതെ അതെ, ആ വിഷയം കൂടി വിട്. കല്യാണി ഇപ്പൊ ഇവിടുന്ന് പോയ സ്ഥിതിക്ക് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വാ, നമുക്ക് ഔട്ട് ഹൗസിൽ പോയി നോക്കാം. എന്ത് പറ്റി ബ്രോ? ആരാ ഫോണില്? ദാസേട്ടന്. ഏയ്, അറ്റൻഡ് ചെയ്യേ. ഹലോ. ഹലോ, വലിയ അനിയൻകുട്ടൻ പറഞ്ഞു കല്യാണി അന്വേഷിച്ച് പോയിരിക്കാന്ന്. കല്യാണി കണ്ടായിരുന്നോ? എവിടെയാ അവള്? അമ്പലത്തിലാണോ അതോ? കണ്ടില്ല ദാസേട്ടാ, അമ്പലത്തിലില്ല. അയ്യോ എന്റെ ഭഗവതി, എന്റെ മോൾ അമ്പലത്തിലില്ലേ?
ഇനി അവൾ എവിടെയാ പോയിരിക്കുന്നേ? പേടിയാവുന്നല്ലോ എനിക്ക്. ഏയ് ദാസേട്ടൻ പേടിക്കണ്ട, അവൾ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് മടങ്ങിയെന്നാ തിരുമേനി പറഞ്ഞത്. ഇപ്പൊ വീട്ടിലെത്താറായിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ അവൾ അവിടെ എത്തിയിരിക്കും. നോക്കിയോ? ശരി വലിയ, അവൾ വന്ന ഉടനെ ഞാൻ വിളിച്ചറിയിക്കാം. ഫോൺ വെക്കണേ. എന്താ പറഞ്ഞേ? ചേച്ചി അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോകുന്നത് പൂജാരി കണ്ടുന്ന്. ഇപ്പൊ അവളിങ് എത്തൂന്നാ വലിയ കുഞ്ഞ് പറഞ്ഞേ. ഇപ്പോഴൊരു സമാധാനായത്. വലിയ കുഞ്ഞ് പറഞ്ഞതല്ലേ ചേച്ചി ഉടനെ എത്തുവച്ചാ? ഏയ് ഇല്ല, എനിക്കെന്തോ ഉള്ളിൽ ചില ആപത്തുകളാ തോന്നുന്നേ. ഈശ്വര, എന്റെ മോള്. ദാസേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ കല്യാണി ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. ഇതാകെ പ്രശ്നമാവുന്ന തോന്നുന്നേ. ഏയ് ഡോണ്ട് വെറി ബ്രോ, ഇതിപ്പോ അത്ര വലിയ സമയമൊന്നും ആയിട്ടില്ലല്ലോ. കല്യാണി എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാന്നേ. അതെ, ഏതായാലും നമ്മുടെ അന്വേഷണം മുടക്കണ്ട. നമുക്ക് 2 ഭാഗത്തേക്കായിട്ട് പോവാം. അരവിന്ദ് വണ്ടി എടുക്ക്, നമുക്ക് ഒരുമിച്ച് പോവാം. ആനന്ദ് ഒറ്റയ്ക്ക് അന്വേഷിക്കട്ടെ. ഇടയ്ക്ക് നമുക്ക് ഫോണിൽ ബന്ധപ്പെടാലോ. ഓക്കെ, വെക്കാമോ? ശരി ബ്രോ. വലിയ കുഞ്ഞ് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഇവളിതെന്താ ഇത്രയും നേരമായിട്ട് വരാത്തെ? നെഞ്ചിൽ പഠിച്ചിലാണല്ലോ ഭഗവാന്. അച്ഛാ, ചേച്ചി ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ? ഏയ്, അവൾക്ക് ആ ക്ഷേത്രവും ഈ തൃച്ചംബരം അല്ലാതെ വേറെ ഒരു സ്ഥലം അറിയില്ല. പിന്നെ വേണമെങ്കിൽ മാർക്കറ്റ്, അതല്ലാതെ. അച്ഛാ, അച്ഛാ ചേച്ചിയുടെ ഫോണിലൊന്ന് വിളിച്ചു നോക്ക്. അപ്പ അറിയില്ല എവിടെ ഉണ്ടെന്ന്. ആ, അത് ശരിയാണല്ലോ. അവളുടെ കയ്യിൽ ഫോണുള്ള കാര്യം ഞാൻ മറന്നു. ഇപ്പൊ വിളിക്കാം. ചേച്ചി ഫോൺ എടുക്കാതെ പോയത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? അച്ഛനൊന്നും അറിയാൻ വയ്യ മോനെ. ഏതായാലും നീ ഇവിടെ ഇരിക്കേ. അച്ഛനൊന്നുകൂടി തിരക്കിയിട്ട് കണ്ടില്ലെങ്കിൽ അഖില മാഡത്തിനോട് വിവരം പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ തന്നെ കാണണം. അഥവാ കല്യാണി വന്നാൽ അപ്പുറത്ത് വന്ന് അറിയിക്കണം. ശരി അച്ഛാ.
ആ അതെ മഹേശ്വരി, അടുത്ത ആഴ്ചയോ അതിന് തൊട്ടടുത്ത ആഴ്ചയോ ശ്രീചക്രം സ്ഥാപിച്ച് പൂജ നടത്തണം. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇളയച്ചൻ പറഞ്ഞത് ഓർക്കുമ്പോ മനസ്സിനാകെ ഒരു ആദ്യ. ആ നന്ദന വരുമ്പോ ഞാൻ വിളിക്കാൻ പറയാം. ശരി, ബൈ. മാഡം, ആ എന്തു പറ്റി ദാസേട്ടാ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. മാഡം, കല്യാണിയെ കാണാനില്ല. വാട്ട്? കല്യാണി കാണാനില്ലെന്നോ? ദാസേട്ടൻ എന്തായി പറയുന്നേ? ചേടാ, ഇവൾക്കിപ്പൊ ഇത് തന്നെയാണോ പണി? ഇറങ്ങിപ്പോക്ക്. കല്യാണി അടുത്തുള്ള അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. അവളിപ്പോ മടങ്ങി വരും. ദാസ് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാനും അങ്ങനെ സർ കരുതിയത്. കല്യാണി അന്വേഷിച്ചു പോയ അനിയൻകുട്ടനെ റോഡിൽ വെച്ച് വെല്ലുകുഞ്ഞ് കണ്ടു. കാര്യം അറിഞ്ഞ വെല്ലുകുഞ്ഞ് അമ്പലത്തിലെല്ലാം പോയി നോക്കിയിട്ടും കല്യാണിയെ കണ്ടില്ല എന്നാ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ്. എനിക്ക് പേടിയാവുന്നു സർ. എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. എന്നും അവള് കാരണം ഓരോ പ്രശ്നങ്ങളാ. അവൾക്ക് വല്ലതും സംഭവിച്ച